എന്നിട്ടും എനിക്ക് വേണ്ടി അങ്ങ് കുരിശിലേറിയില്ലേ. നമുക്ക് ആരാധിക്കാം ഈശോയെ. എത്രമാത്രം ഈശോ നമ്മെ സ്നേഹിക്കുന്നു, എത്രമാത്രം നമ്മെ കരുതുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരയും കാൽവരിയിൽ ഉയരും കുരിശിന്മേ പീഡയും നാഥനിതാ ആരാധിക്കുന്നു. ചേർന്ന് പാടാമോ? കരയും കാൽവരിയിൽ ഉയരും കുരിശിന്മേ പീഡയും നാഥനിതാ ആരാധിക്കുന്നു ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ എന്തിനാണ് ഇന്ന് ഈ ദൈവാലയത്തിൽ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ആയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ: ഈശോയെ ആരാധിക്കാൻ, ഈശോയെ സ്തുതിക്കാൻ, ഈശോയെ മഹത്വപ്പെടുത്താൻ. നമുക്ക് ശബ്ദം തന്ന, നമുക്ക് കേൾവി തന്ന, കാഴ്ച തന്ന, നമുക്ക് ആരോഗ്യം തന്ന, നമ്മുടെ കൈകാലുകൾക്ക് ബലം തന്ന നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മളായിരിക്കുന്നത്. ഒന്ന് പറയാമോ? കരമുയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിനായി തന്നിരിക്കുന്ന വചനഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 14 മുതൽ 23 ഉൾപ്പെടെയുള്ള വചനങ്ങളാണ്. ആ വചനത്തിൽ നമുക്ക് ഇന്ന് 15-ാമത്തെ വചനം ധ്യാനിക്കാം. ഈ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 15-ാം വചനം നമുക്ക് ധ്യാനിക്കാം. വചനം അച്ഛൻ വായിക്കാം, ഒന്ന് ശ്രദ്ധിക്കാം. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല, എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. നമുക്ക് ഏറ്റുചൊല്ലാം. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല, എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഈശോ ഇവിടെ കൈ കഴുകി ശുദ്ധി വരുത്താത്തതിനെ പറ്റിയും പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുന്ന കർത്താവിൻ്റെ ശിഷ്യന്മാരെ പറ്റിയൊക്കെ വിമർശിക്കുമ്പോൾ അവരെ തിരുത്തി കൊടുക്കാൻ വേണ്ടി, നിയമജ്ഞരെയും ഫരിസയരെയൊക്കെ തിരുത്തി കൊടുക്കാൻ വേണ്ടി പറയുന്നൊരു വചനഭാഗമാണ്. അവിടെ പുറമേ നിന്നുള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയില്ല എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് മുഴുവനും ഭക്ഷണപദാർത്ഥങ്ങളുടെ കാര്യമാണ്. നമുക്കറിയാം അല്ലേ? ഭക്ഷണപദാർത്ഥങ്ങളുടെ കാര്യമാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. ഒരു ഭക്ഷണപദാർത്ഥത്തിനും നമ്മളെ അശുദ്ധനാക്കാനായിട്ട് കഴിയില്ല എന്ന് ഈശോ വ്യക്തമാക്കി തരാണ്. പക്ഷെ അശുദ്ധനാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. അതെന്താണെന്ന് പിന്നീട് വചനത്തിൽ നമ്മൾ പറയുന്നുണ്ട്. ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത തുടങ്ങിയവയൊക്കെയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മളെ അശുദ്ധനാക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്നതും. പിന്നെ ഈശോയുടെ സന്നിധിയിൽ ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് ധ്യാനിക്കാനുള്ളത്
നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്താണ് നമ്മൾ നിക്ഷേപിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്താണ് നിക്ഷേപിച്ചു വെച്ചിട്ടുള്ളതെന്ന് അറിയാനുള്ള വഴി എന്താണ്? എന്താ വഴി? നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്താണെന്ന് ശ്രദ്ധിച്ചാൽ മതി. തെറി പറയുന്നവരുണ്ടോ ഈ കൂട്ടത്തിൽ? തെറി പറയുന്നവർ ഉണ്ടോ? മാലാഖമാരാണ്. തെറിയോ? അതെന്താണെന്നാണ് ചോദിക്കുന്നത്. തെറി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാൻ പാടില്ല. ഉണ്ടെങ്കിൽ ഒന്ന് നെഞ്ചത്തൊന്ന് കൈ ഇങ്ങനെ കാണിക്കാമോ? എനിക്ക് മാത്രം കാണാവുന്ന വിധത്തിൽ കുമ്പസാര ഒന്ന് കൂട്ടിയാൽ മതി. പ്രിയമുള്ളവരെ, നമ്മളെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക്, തെറി പറഞ്ഞിട്ട് പറയാണ് അച്ഛൻ ഞാൻ വെറുതെ പറഞ്ഞതാണ്. നമ്മളങ്ങനെ വെറുതെ തെറി പറയും. വളരെ സന്തോഷമായിരിക്കുന്ന സമയത്ത് ആരെങ്കിലും തെറി പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? വളരെ സന്തോഷമായിരിക്കുന്ന സമയത്ത് ആരും തെറി പറയില്ല. എപ്പോഴാണ് തെറി പറയുന്നത്? ദേഷ്യം വരുമ്പോൾ, പൊട്ടിത്തെറിക്കുമ്പോൾ അറിയാതെ അങ്ങ് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ എന്താണ് നമ്മൾ അറിയാതെ നമ്മിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്? എന്ത് സാധനമാണ് പുറത്തേക്ക് വരുന്നത്? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണോ കിടക്കുന്നത് ആ സംഭവമാണ് അറിയാതെ പുറത്തേക്ക് വരുന്നത്. ഒരിക്കലും നമ്മൾ ഇവിടെ ധ്യാനിച്ചപ്പോൾ നമ്മളിങ്ങനെ പങ്കുവെച്ചു, നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും നമ്മുടെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എന്താ പറയുന്നത്? എന്ത് പറയും? അയ്യോ എന്ന് പറയും അല്ലേ? അയ്യോ അമ്മേ അങ്ങനെയൊക്കെ വിളിക്കുന്നത്. അപ്പ എന്ന് വിളിക്കുന്നത് അധികം കേട്ടിട്ടില്ല. അയ്യോ അമ്മേ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഒരു ആഴ്ചയിൽ നമ്മുടെ ധ്യാന വിഷയം അതായിരുന്നു. അയ്യോ എന്ന് പറയുന്നതിന് പകരം ഈശോ എന്ന് പറയാൻ നമുക്ക് പരിശീലിക്കാമെന്നാണ് നമ്മളന്ന് ധ്യാനിച്ചത്. പെട്ടെന്ന് ഒരു എന്താ പറയുക, ഒരു മരത്തിൻ്റെ കമ്പ് നമ്മളെ മേത്തേക്ക് ഇങ്ങനെ വരണ പോലെ തോന്നി. ഉടനെ തന്നെ നമ്മൾ എന്ത് പറയും? ഈശോ എന്ന് പറയുന്നു. ഈശോ എന്ന് പറയുന്നു. നമ്മുടെ കാലിങ്ങനെ നടന്നു പോകുന്നതിനിടയ്ക്ക് ഒരു കല്ലിലൊന്ന് തട്ടണ വഴിക്ക് എന്ന് പറയും നമ്മൾ ഈശോ എന്ന് പറയുന്നു. നമ്മളിങ്ങനെ പോവുകയാണ്. ഈ കനകമലയ്ക്കൊക്കെ ഞാനിപ്പോൾ എല്ലാ ദിവസവും ഈ കുട്ടികളെയൊക്കെ കൊണ്ട് പോകുന്നുണ്ട്, എല്ലാ ദിവസവും. അപ്പോൾ ഇങ്ങനെ ഇറങ്ങുന്നതിനിടയ്ക്ക് ആരെങ്കിലും ഒന്ന് സ്ലിപ്പായാൽ സ്വാഭാവികം അല്ലേ? സ്ലിപ്പാവുക സ്വാഭാവികം. കുത്തനെയുള്ള ഇറക്കമായതുകൊണ്ട് ഇറങ്ങിപ്പോരുമ്പോൾ സ്ലിപ്പാവും. ആ സ്ലിപ്പാവണ വഴിക്ക് ചുറ്റുമുള്ളവരുടെ വായിൽ നിന്ന് ഒരുപോലെ വരുന്ന കേൾക്കുന്നൊരു വാക്കാണ് അയ്യോ. മല കയറി പ്രാർത്ഥിക്കുന്ന നമ്മുടെ വായിൽ നിന്ന് വരേണ്ട വാക്കെന്താണ്? ഈശോ എന്നല്ലേ വിളിക്കേണ്ടത്? ഈശോ എന്നല്ലേ വിളിക്കേണ്ടേ? അപ്പം നമുക്ക് ഒന്നുകൂടി ഈ നോമ്പ് കാലത്തിൽ നമ്മളൊക്കെ മറന്നു പോയിട്ടുണ്ട്, അച്ഛനും നമ്മളെല്ലാവരും മറന്നു പോയിട്ടുണ്ട് ഈശോ ഈശോ എന്ന് വിളിക്കാനായിട്ട് അല്ലേ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ. അപ്പം നമുക്ക് ഇന്ന് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കണം. നമുക്ക് അപ്രതീക്ഷിതമായ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സംഭവിക്കുന്നത് പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്താ പറയേണ്ടത്? ഈശോ. ബോധപൂർവമായിരിക്കണം. നമ്മൾ ഈ കുറച്ച് ദിവസങ്ങളിലൊക്കെ അത് പ്രാക്ടീസ് ചെയ്യണം. ഈശോ ഈശോ എന്ന് പെട്ടെന്ന് പറയാനായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു നോമ്പ് കാലത്തിൻ്റെ ഈ ഒരു ദിവസം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഈശോയെക്കുറിച്ചുള്ള ചിന്ത എങ്ങനെ നിറയ്ക്കാം എന്ന് ധ്യാനിക്കാം. ഞാനിങ്ങനെ പോട്ട ഇടവയിൽ കൊച്ചച്ഛനായിരുന്ന സമയത്ത് അവിടെ ധന്യ ഹോസ്പിറ്റലിൽ കുമ്പസാരിപ്പിക്കാനായിട്ട് വിളിക്കും. അപ്പോൾ ഈ ഗർഭിണികളാണ് സാധാരണ കുമ്പസാരിക്കുന്നത് പ്രധാനമായിട്ട് കേട്ടോ. അപ്പോൾ ഈ പ്രസവത്തിന് മുമ്പ് ഇവർക്ക് ഭയങ്കര പേടിയാണ്. എന്താ പേടിക്കുന്നത്? ഇതോടെ തീരും എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ പ്രസവിച്ചിട്ടുള്ളവരാണ് ഭൂരിഭാഗം പേരും. സ്ത്രീകൾ ഒരുവിധമൊക്കെ, ചെറുപ്പക്കാരെ അധികമൊന്നും കാണാനില്ല, ഉള്ളത് കുറച്ച് പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഒരുവിധമൊക്കെ കല്യാണം കഴിഞ്ഞിരുന്ന് കൈവയ്ക്കുക. ഓക്കെ, ഇതിൽ മിക്കവാറും എല്ലാവരും തന്നെ 99% പ്രസവവേദന അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരായിരിക്കും അല്ലേ? അത് അനുഭവിച്ചറിഞ്ഞുള്ളവർക്കൊന്ന് ഒന്നുകൂടി കൈവയ്ക്കുക. പ്രസവവേദന എന്താണെന്ന് കറക്റ്റ് അറിയാച്ചെന്നുള്ളൊരു ഒരുവിധം എല്ലാവർക്കും അറിയാം ഇല്ലേ? അച്ഛൻ പറഞ്ഞത് ശരിയല്ലേ? മരിക്കും എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? അതോട് കൂടിയിട്ട് ആ വേദന വരുമ്പോൾ നമ്മുടെ വിചാരം ഇപ്പോൾ ശ്വാസം മുട്ട് വരോ, അറ്റാക്ക് വരോ, തീർന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. പ്രസവത്തിൻ്റെ മുറിയിലേക്ക്, ലേബർ റൂമിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഭർത്താവിൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ആ കൈ വിടാറാവുമ്പോൾ ദയനീയമായിട്ടൊരു നോട്ടമുണ്ട്, ചേട്ടാ ഇനി കാണുമെന്നറിയില്ല. അപ്പോൾ ഈ കുമ്പസാരിപ്പിക്കാൻ ചെല്ലുമ്പോഴേ, കുമ്പസാരമൊക്കെ കഴിയുമ്പോൾ ഈ സ്ത്രീകൾ പറയുന്നൊരു വാക്കുണ്ട്, അച്ഛാ ഇനി മേലാക്കം ഞങ്ങൾ ഗർഭിണികളാവില്ല. എന്തൊരു സഹനാണെന്ന് വെച്ചാൽ അത് താങ്ങിക്കൊണ്ട് നടക്കാനായിട്ട് ഭയങ്കര പാടാണെന്ന് വെച്ചാൽ. നിൽക്കുമ്പോൾ ബാലൻസ് പോണ പോലെ തോന്നാണ്. ഈ സാധനം ഇങ്ങനെ വയറ്റിൽ കിടന്നിട്ട് ചവിട്ടി കുത്തുമ്പോൾ ബാലൻസ് പോണ പോലെ തോന്നാണ്. ഇനിയില്ല അച്ഛാ. ഞാനവിടെ 2 വർഷം കൊച്ചച്ഛനായിരുന്നു.
ആ ഇല്ല എന്ന് പറഞ്ഞവരിൽ മിക്കവാറും പേരെ ഒരു കൊല്ലത്തുന്നതിന് മുമ്പ് ഞാൻ അവിടെ കുമ്പസാരിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ? ഇതുപോലെ തന്നെ. അപ്പോൾ ഞാൻ ഈശോ പറഞ്ഞ വചനം ഓർക്കും. സ്ത്രീക്ക് പ്രസവവേദന എടുക്കുമ്പോൾ അവളുടെ സമയമാകുന്നത് കൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ പ്രസവിച്ച് കഴിയുമ്പോൾ കുഞ്ഞിനെ കാണുന്നതോടുകൂടി അവൾ അവളുടെ ദുഃഖമെല്ലാം മറക്കുന്നു. ദൈവം തന്നിട്ടുള്ള വലിയൊരു കഴിവാണ് മറക്കാനുള്ള കഴിവ്, അല്ലേ? നമ്മൾ ബോധപൂർവം നല്ല കാര്യങ്ങൾ മറക്കുന്നു, എന്നാൽ കുനിഷ്ട് പിടിച്ച കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കുന്നുമില്ല. എന്ന് വല്ല മാജിക്കാണോ? അല്ലേ? ഈ ഇന്ന് അച്ഛൻ പറഞ്ഞ ഈ വചനങ്ങൾ ഉള്ളിൽ നിന്ന് പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന ഒരുവൻ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയില്ല, എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവൻ അശുദ്ധനാക്കുന്നുള്ള വചനം 2 ആഴ്ച കഴിഞ്ഞ് അച്ഛൻ വീണ്ടും പറഞ്ഞാൽ നിങ്ങൾ പുതിയത് കേൾക്കണ പോലെ ഇരിക്കും, അല്ലേ? എന്നാൽ 2 ആഴ്ച കഴിയുമ്പോൾ ഈ പ്രസവിക്കാൻ പോയ പെണ്ണ് കുമ്പസാരിച്ച കാര്യം പറഞ്ഞാൽ അതെല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഈശോ ഉപമകളിലൂടെ സംസാരിക്കാനുള്ളൊരു കാരണം ഇതാണ്. ഈശോയ്ക്ക് അറിയാം പിതാവായ ദൈവത്തിൻ്റെ വചനം ആ പച്ചയായിട്ടങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനോ അത് ഉള്ളിലേക്ക് ഗ്രഹിക്കാനോ ഈ കേൾക്കുന്നവർക്കുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് മനസ്സിലാകുന്നത് കൊണ്ടാണ് ഈശോ പലപ്പോഴും ഉപമകളിലൂടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നന്ദി പുറത്തേക്ക് വരണം. നന്ദി. ഞാൻ ഈ ഇന്നലെ വൈകുന്നേരത്തെ കുർബാനയ്ക്ക് ഉണ്ടായിരുന്നവർ എത്ര പേരുണ്ട്? ഇന്നലെ വൈകുന്നേരത്തെ കുർബാനയ്ക്ക് ഉണ്ടായവർ കുറച്ച് പേരുണ്ട്. ആ കുർബാനയ്ക്ക് ഞാനിങ്ങനെ കഴിഞ്ഞ വ്യാഴാഴ്ച എൻ്റെ വണ്ടി ഇടിച്ച കാര്യം ഇങ്ങനെ ഷെയർ ചെയ്തിരുന്നു. കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടിയും പറയുകയാണ്. ഇന്ന് കുർബാനയ്ക്കിടയ്ക്ക് അതിൻ്റെ ഒരു ചെറിയൊരു വെളിപ്പെടുത്തലും കൂടി ഈശോ തന്നു, അതുകൊണ്ടാണ് കൂട്ടിച്ചേർത്ത് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ ഞങ്ങളിവിടെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് പിള്ളേർ ഞാനൊക്കെ കൂടി മല കയറാനായിട്ട് പോയി. മല കയറി ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാറുണ്ട്, കണ്ണടച്ച് വിശ്രമിച്ച്, ഉറക്കം, അല്ലേ? ഉറക്കം, സ്റ്റഡി ടൈം എന്നാണ് ഞങ്ങൾ സെമിനാരിയിൽ വിശേഷിപ്പിക്കാറ്, സ്റ്റഡി ടൈം. അപ്പോൾ അങ്ങനെയുള്ളൊരു മയക്കം ഉണ്ടാവാറുണ്ട്. പക്ഷേ മാസധ്യാനമായിരുന്നു ഞങ്ങൾക്ക് ബിഷപ്സ് ഹൗസിൽ ഇരിങ്ങാലക്കുട രൂപതയിൽ അച്ഛന്മാരുടെ ധ്യാനമായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച. അപ്പോൾ അത് 9:30 തുടങ്ങും. അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം 10 മണിയായി. അപ്പോൾ നേരം വൈകി. അതുകൊണ്ട് വേഗം കുളിച്ച് വണ്ടിയെടുത്ത് ഇങ്ങോട്ട് പോയി തിരിച്ചു പോരുമ്പോൾ നമ്മുടെ മഠത്തിലെ കോൺവെൻറ്റിൽ അച്ഛനും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് കാറും കൊണ്ടാണ് പോയത്. ഭാഗ്യമായി. ബൈക്കും കൊണ്ട് പോയെങ്കിൽ ഇന്ന് എൻ്റെ 7 നടത്തേണ്ട ദിവസമാണ്. അപ്പോൾ ഞാനങ്ങനെ ഈ കാറും കൊണ്ട് പോയി. ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ തുടങ്ങിയിട്ട് എന്തോ ഒരു പന്തികേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം പറഞ്ഞ പോലെയുള്ള തോന്നലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നാണ് പുല്ലൂർ എത്തിക്കഴിഞ്ഞു, പുല്ലൂർ മിഷൻ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ എനിക്ക് തോന്നി വണ്ടി സൈഡിൽ ഒതുക്കിയിട്ടിട്ട് ഒന്ന് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് സമയം ഒന്ന് ഉറങ്ങിയിട്ട് പോവാം. നല്ല ഉറക്കം വരണ പോലെ ഒരു ഫീൽ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേൾക്കുകയാണ്, വേണ്ട, ഇവിടെ കിടന്നാൽ ഉടുപ്പിട്ടിട്ടുള്ളത് കൊണ്ട് വെള്ളം അടിച്ച ഒരച്ഛൻ വണ്ടിയിൽ കിടക്കുകയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഫോട്ടോ എടുത്തിട്ടാൽ അച്ഛന്മാർക്ക് മുഴുവനും നാണക്കേടാവും. അതുകൊണ്ട് മോൻ ഇപ്പോൾ തൽക്കാലം ഇവിടെ കിടക്കണ്ട, ഇച്ചിരികോളം വഴിയും കൂടിയല്ലേ ഉള്ളൂ, ഒരു 2 കിലോമീറ്റർ കഷ്ടിയും കൂടി ഉള്ളൂ, അത്രയും കൂടി അങ്ങോട്ട് ഓടിച്ചങ്ങോട്ട് എത്തും. ഇത്രയും എത്തിയില്ലേ, കൊടുങ്ങയിൽ നിന്ന് ഇത്രയും എത്തിയില്ലേ, ഇനി 2 കിലോമീറ്റർ എത്താനാണോ ബുദ്ധിമുട്ട്? അപ്പോൾ ഞാനിങ്ങനെ പറയാണ്, ശരിയാണ്, 2 കിലോമീറ്റർ എത്താനാണ് ബുദ്ധിമുട്ട്. ഞാൻ അവിടെ നിന്ന് ഓടിച്ച് ആ ഒരു മന്ത്രിപുരം എന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു ഫ്ലാറ്റ് പണിതിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഉറക്കം പോകാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റിൻ്റെ എണ്ണമൊക്കെ എടുത്തു, എത്ര എണ്ണ ഉണ്ട് നമുക്ക് കവറിലിരുന്നിട്ട്. ആ എണ്ണ എടുത്തത് മാത്രമാണ് എൻ്റെ ഓർമ്മയിലുള്ളൂ. പിന്നെ ഒരു 1/2 കിലോമീറ്റർ കഴിഞ്ഞ് വണ്ടി കൊണ്ടുപോയി ഒരു പോസ്റ്റയിൽ ഇടിച്ച് ആ പോസ്റ്റിൻ്റെ കടയടക്കം എന്ന് പറഞ്ഞാൽ വിളക്ക് പോസ്റ്റായിരുന്നു കേട്ടോ, ഇലക്ട്രിക് പോസ്റ്റല്ല. അതിൻ്റെ കോൺക്രീറ്റൊക്കെ ചെയ്തൊക്കെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കുത്തി പറക്കി എടുത്ത് ഒരു കാനയിൽ കൊണ്ട് ഒതുക്കി ആ പോസ്റ്റ് വിട്ടു, എൻ്റെ വണ്ടി വിട്ടു. അവിടെ പോയി ഇടിച്ചിങ്ങനെ നിന്ന് അതിൻ്റെ എയർ ബാഗൊക്കെ വന്ന് മുഖത്ത് ഇടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ണ് തുറക്കുന്നത്. കണ്ണ് തുറന്നപ്പോൾ ഞാൻ കണ്ടതെന്ന് പറയുക ഒരു വെളുത്ത പുക പോണതാണ് കണ്ടത്. അപ്പം ഞാൻ ആത്മാവ് പോണതാണോ എന്ന് എനിക്ക് സംശയം തോന്നി. പിന്നെ ഞാൻ അങ്ങനെ തട്ടി നോക്കി, കുഴപ്പമൊന്നുമില്ല, ഇവിടെ തന്നെയുണ്ട്. അപ്പോഴേക്കും ആൾക്കാർ മുഴുവനും ചുറ്റും കൂടി. അച്ഛനാണെന്ന് കണ്ടപ്പോൾ അവർ ഈ ഇടിയുടെ കാര്യമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ചത്തു എന്ന്, മരിച്ചു എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അവർ ഓടിക്കൂടി വേഗം ഡോർ തുറക്കാൻ വന്നപ്പോൾ ഞാൻ തന്നെ വണ്ടി ഓഫ് ചെയ്ത് ഡോറ് തുറന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു, എനിക്കൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അടുത്ത് നിൽക്കുന്നവർ പറയാണ്, പിടിച്ചോ, ഇങ്ങനെയാണ് എല്ലാവരും പറയാറുള്ളത്. ഇതിപ്പോൾ വീഴും. ഇപ്പം ചിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് പക്ഷേ ഈശോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്കൊരു പേടിയോ ഒരു ധൈര്യക്കുറവോ ഒന്നും തോന്നിയില്ല. പക്ഷെ കണ്ണ് കാണാൻ പറ്റുന്നില്ല, ശരിക്കും പുകയായിട്ടാണ് കാണുന്നത് എല്ലാവരെയും. അപ്പോൾ എന്നെ പെട്ടെന്ന് തന്നെ ആശുപത്രിക്ക് കൊണ്ടുപോയി ബിഷപ്പ് ഹൗസിലേക്ക് വിളിച്ച് പറഞ്ഞു, വണ്ടി ഇടിച്ചു, ആകെ പ്രശ്നമാണ്. പിതാവ് അവിടെ ധ്യാനം നടക്കല്ലേ, പിതാവ് മൈക്കിൽ അനൗൺസ് ചെയ്തു,
ഷിബുവച്ചനെ വണ്ടി ഇടിച്ചു, എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഏകദേശം തീർന്ന പോലെ, അല്ലെങ്കിൽ മാരകമായിട്ട് എന്തോ പറ്റിയെന്ന് മനസ്സിലായി. എന്നെ പുല്ലൂർ ആശുപത്രി കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, ആ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർ കുറേ പ്രാവശ്യം എൻ്റെ കണ്ണിലേക്ക് ടോർച്ചടിച്ചിട്ട് പറഞ്ഞു, കൃഷ്ണമണി 2 എണ്ണം 2 ഭാഗത്തേക്ക് ഇരിക്കുന്നത്, തലച്ചോറ് ഇളകിയിട്ടുണ്ടെങ്കിലാണ് ഇങ്ങനെ വരുള്ളൂ, എത്രയും പെട്ടെന്ന് CT ചെയ്യണം, വേഗം കൊണ്ടൊക്കെ സെൻറ്റ് ജെയിംസിലേക്ക് എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് അച്ഛന്മാരൊക്കെ വന്ന് എന്നെ സെൻറ്റ് ജെയിംസിലേക്ക് കൊണ്ടുപോയി. സെൻറ്റ് ജെയിംസ് എത്തുന്നതിനേക്കാൾ മുമ്പ് 2 ഭാഗത്തേക്ക് പോയ കൃഷ്ണമണി 1 ഭാഗത്തേക്ക് വന്നു. ആ ഡോക്ടർ നോക്കി കഴിഞ്ഞപ്പോൾ കൃഷ്ണമണി നേരെയായി, ചെറിയൊരു വ്യത്യാസമുള്ളൂ. അപ്പോൾ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല അച്ഛാ, കൃഷ്ണമണി നേരെയായിട്ടുണ്ട്, എന്നാലും CT ചെയ്യണം. ആ CT ചെയ്തു, തലച്ചോറ് ഇളകിയിട്ടുണ്ടോ എന്ന് സ്കാൻ ചെയ്തു. ഭയങ്കരമായിട്ട് പരിശ്രമിച്ചു പരിക്ക് കണ്ടുപിടിക്കാൻ. നമ്മൾ അനിസ്പ്രേയുടെ ഒരു പരസ്യം കണ്ടിട്ടില്ലേ? അനിസ്പ്രേ സ്പ്രിൻ്റ് പാൽപ്പൊടി പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ, അല്ലേ? പണ്ട് റേഡിയോയിൽ പെടാറുള്ള പരസ്യമാണ്. എന്തോരം ചെക്ക് ചെയ്തിട്ടും ഒരു പൊടി പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അന്നത് മുതൽ ഇന്നോളം ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴും എനിക്ക് ഈശോയുടെ ഒത്തിരി നന്ദി പറയാനുണ്ട്. എന്നെ രക്ഷിച്ചതിനല്ല, തിരക്കുള്ള റോഡിൽ 1/2 കിലോമീറ്ററോളം വണ്ടി ഇങ്ങനെ ഓടിയിട്ടും ഒരു വണ്ടിയുമേയും പോയി ഇടിച്ചില്ല. ആ വഴിയെ പോയി ആരുടെയും മേത്ത് കയറി ഇടിച്ചില്ല. എന്തെങ്കിലും പറ്റി ആരെങ്കിലും മരിച്ചിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തിരിക്കുന്നതിന് പകരം സ്റ്റിയറിംഗ് എങ്ങാനും അപ്പുറത്തെ സൈഡിലേക്ക് തിരിഞ്ഞു പോയിരുന്നെങ്കിലോ എന്തോരം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നേനെ. ഞാനിന്ന് കുർബാന അർപ്പിക്കുന്നതിനിടയ്ക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. പക്ഷേ ഇങ്ങനെ കണ്ണടച്ച് നിൽക്കുമ്പോൾ ഈശോ കാണിച്ചു തരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ വെള്ള ഇട്ടിട്ട്, നമ്മൾ ചിറ്റടിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ബസ്സിലുണ്ടായിരുന്നവരോട് ഞാനിവിടെ രാവിലത്തെ ആരാധനയ്ക്ക് വത്സേച്ചിയെ പോലെ ഒരു ചേച്ചിനെ കണ്ട കാര്യം ഞാനിങ്ങനെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു. ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണെന്ന്. ഞാൻ വത്സേച്ചിയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഫോൺ വിളിച്ചപ്പോൾ വത്സേച്ചി പറയാണ്, ഞാൻ BLM-ലാണ്, ഞാൻ വന്നിട്ടില്ലെന്ന്. ഓടി വന്ന് ഞാൻ ഇവിടേക്ക് നോക്കി, അപ്പോൾ വത്സേച്ചിയല്ല ഇരിക്കുന്നത്, അവിടെ ആരുമില്ല. ഞാൻ ഈ കടന്നു വന്ന് ഈ ഡോറ് കടന്നപ്പോൾ ഞാൻ വിചാരിച്ചതാണ് എത്ര പേര് പോരുണ്ടെന്നൊക്കെ ചോദിക്കാനായിട്ട് വത്സേച്ചിയുടെ അടുത്തേക്ക് വരണമെന്ന്. അപ്പോൾ അടുത്ത് വരെ 3-4 സ്റ്റെപ്പ് വെച്ചതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സങ്കീർത്തി വന്നിട്ട് കപ്പ്യാരോട് പറഞ്ഞ് വിളിപ്പിച്ചിട്ട് ചോദിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം, അല്ലെങ്കിൽ വചനത്തിൻ്റെ ഒരു സാന്നിധ്യം, ഈശോയുടെ ഒരു സാന്നിധ്യം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമ്പോഴൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും. നമുക്ക് പലപ്പോഴും ഇത് എൻ്റെ അനുഭവം മാത്രമാണ്, നിങ്ങൾക്ക് ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടോ? പുറകിൽ ഒരു മഹാൻ ഇരിപ്പുണ്ട്, ചായപ്പൻകുഴിയിൽ നിന്ന് വന്നതാണ്. അരുൺ അവിടെ ഇരിപ്പുണ്ടല്ലോ, അല്ലേ? അരുൺ പോയോ? ഞങ്ങൾ ഇതുപോലെ ഒന്ന് ബാംഗ്ലൂർക്ക് പോയതാണ്. ഹൊസൂർ ഒരു പാലത്തിൻ്റെ മുകളിൽ വെച്ച് ഒരു വണ്ടിക്കാരെ ഞങ്ങൾ ചതിച്ച് ഇടിപ്പിച്ചു. അന്ന് വണ്ടി ഓടിച്ച മഹാൻ പുറകിൽ ഇരിപ്പുണ്ട്. എന്തു വലിയ ഇടിയാണെന്നറിയോ ഇടിച്ചത്. എന്നിട്ടും ഒരു പോറൽ പോലും ഏൽക്കാതെ കൊന്തചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ശക്തിയാണെന്ന് തോന്നുന്നു. അപകടങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷിക്കുന്ന ഒരു പ്രത്യേക ഒരു സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, ദിവ്യകാരുണ്യ സാന്നിധ്യം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. നമ്മൾ വിശ്വസിക്കണം അത്. നമുക്കൊരു ആപത്ത് കൂടാതെ നമ്മൾ ഈശോയെ ഈശോയെ എന്ന് വിളിച്ച് നടന്നാൽ കർത്താവ് ഈശോ മിശിഹ നമ്മുടെ ആപത്തിൻ്റെ സമയത്ത് വചനത്തിൽ എഴുതി വെച്ചില്ല, നിൻ്റെ പാദം കല്ലിൽ തട്ടാതെ നിന്നെ അവൻ കരങ്ങളിൽ താങ്ങിക്കൊള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുള്ളത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞത്, ആ ഇടിച്ച സമയത്തൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് വന്നത് എൻ്റെ ഈശോയെ എന്നുള്ളൊരു വിളിയാണ്. കണ്ണ് തുറന്ന വഴിക്ക് എവിടെയാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ ഒറ്റ വിളിയാണ്, ഈശോയെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടാണ് ഞാൻ ഡോറ് തുറക്കണത്. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെടും. അല്ല, എൻ്റെ സമയം പൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടതാണെന്നായിരിക്കും നിങ്ങളൊക്കെ പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ, എന്തെങ്കിലും ആവട്ടെ, ദൈവത്തിൻ്റെ പദ്ധതി. എന്തായാലും പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഈശോയുടെ വചനവും ഈശോയുടെ ചിന്തകളൊക്കെ നിറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ പ്രൊട്ടക്ഷൻ കിട്ടും. അത് പറയാനാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്. ഇന്നിവിടെ സാക്ഷ്യം പറയാനായിട്ടൊരു സഹോദരി വന്നിട്ടുണ്ട്. ചൊക്കനയിലുള്ള ഒരു സഹോദരിയാണ്, അല്ലേ? ആ സഹോദരി എന്തേ ഇവിടെ ഇരിപ്പുണ്ടോ? ഇത് കഴിയുമ്പോൾ ആ സഹോദരിയുടെ സാക്ഷ്യം കേൾക്കാം. ആ സഹോദരി ജോലിക്ക് പോയതാണ് എസ്റ്റേറ്റിൽ പുലർച്ചയ്ക്ക്, അല്ലേ? ആന തൊട്ടടുത്ത് വരെ എത്തി, ഓടിച്ചിട്ട് ചിഹ്നം വിളിച്ച് ഓടിച്ച്, ചേച്ചി ഓടി അവസാനം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു. ആ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ആന മുന്നിൽ, ഒരു കാലെടുത്ത് വെച്ചാൽ ബ്ലും, അല്ലേ? അവിടെ കിടന്നുകൊണ്ട് ഇവിടുത്തെ ദിവ്യകാരുണ്യത്തിൻ്റെയൊക്കെ കാര്യം ആലോചിച്ച് ഈശോയെ എന്ന് വിളിച്ചങ്ങോട്ട് പ്രാർത്ഥിച്ച്, അമ്മയെ മാതാവേ എന്ന് വിളിച്ച് ഉറക്കെ അങ്ങോട്ട് കരഞ്ഞു എന്നാണ് എഴുതിയാണ് സാക്ഷ്യത്തിൽ. ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട്, ജീവിക്കുന്ന ആളിവിടെ ഇരിപ്പുണ്ട്. മരിച്ചു എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതാണ്. ആന ചവിട്ടി കൊന്നതിൻ്റെ ന്യൂസാണ് എല്ലാ ദിവസവും കാണുന്നത് നമ്മൾ മിക്കവാറും.
നോക്കി, കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ വന്നിരിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കുമ്പോൾ, ആ ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മുമ്പിൽ നമുക്ക് വേണ്ടിയിട്ട് പ്രത്യക്ഷപ്പെടുന്നേ. കർത്താവ് ഈശോ മിശിഹാ പ്രത്യക്ഷപ്പെടും. ആ ചേച്ചി പറഞ്ഞത്, ഒരു ഈശോയെന്ന് മാതാവേ എന്നൊക്കെ വിളിച്ചത് സ്വരം എന്തിട്ടാണ് വന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. എന്തായാലും ആന പേടിച്ച് അപ്പുറത്തേക്ക് പോയി. ഒന്ന് കരമേർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ഇന്ന് നമുക്ക് അനേകം പണികളൊക്കെ ചെയ്യാമായിരുന്നില്ലേ? അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ വന്നതാണ് ഈശോയുടെ അടുത്തിരിക്കാൻ. അങ്ങനെ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി സമയം കൊടുക്കുന്നുണ്ടെങ്കിൽ ഈശോ നമുക്ക് വേണ്ടി സമയം തരും. നമ്മൾ ഈശോയ്ക്ക് വേണ്ടി സമയം കൊടുക്കുന്നുണ്ടെങ്കിൽ ഈശോ നമുക്ക് വേണ്ടി സമയം മാറ്റി വെച്ചിരിക്കും. ഒന്ന് പറയാമോ? അച്ഛൻ പറയുന്നു, ഏറ്റുചൊല്ലിയേ. നമ്മൾ ഈശോയ്ക്ക് വേണ്ടി സമയം കൊടുക്കുന്നുണ്ടെങ്കിൽ ഈശോ നമുക്ക് വേണ്ടി സമയം മാറ്റി വെച്ചിരിക്കും. എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കിന്ന് ഈശോയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഈശോ നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാനായിട്ട് ഇന്ന് പരിശ്രമിക്കണം കേട്ടോ. നന്ദി പറഞ്ഞ് ഈശോയോട് പ്രാർത്ഥിക്കണം. എനിക്ക് എപ്പോഴും ആ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ പിന്നെ എനിക്ക് എപ്പോഴും നന്ദി എന്തോരം പറഞ്ഞിട്ടും മതിയാവുന്നില്ല, ഈശോയോട് നന്ദി പറഞ്ഞിട്ട് മതിയാവുന്നില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ ഉണ്ടായ അവസരമൊക്കെ ഓർക്കുന്നുണ്ടാവും അല്ലേ? ഓർത്താവും, നന്നായിട്ട് ഓർക്കും. നിങ്ങൾക്കും പറയാൻ തോന്നുന്നുണ്ടാവും, പറയാം. നമുക്കതിനുള്ള അവസരമൊക്കെ ഈശോ ഒരുക്കി തരും. ഞാൻ വടവാതൂർ സെമിനാരിയിൽ പഠിക്കുമ്പോൾ, ഞങ്ങളുടെ ഫിലോസഫി സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോഴാണ് ഭൂകമ്പം ഉണ്ടായത്. ഭൂകമ്പം ഓർക്കണ്ട, ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായതൊക്കെ ഓർക്കണ്ട. അതിന് മുമ്പായിട്ട് നമ്മുടെ നാട്ടിലൊരു ഭൂകമ്പം ഉണ്ടായി, കോട്ടയം വടവാതൂർ സെമിനാരിൽ ഞങ്ങൾ പഠിക്കുമ്പോഴാണ്. അന്ന് ഞങ്ങളുടെ കൊയറിൽ ഞങ്ങൾ 3 പേരാ കൊയർ മെമ്പേഴ്സ് ഉണ്ടായിരുന്നത്. ഹാർമോണിയം വായിക്കാനായിട്ടൊരു തടത്തി പുത്തൻവീട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഒരു അച്ഛനിപ്പോൾ ആലുവ സെമിനാരിയിലെ പ്രൊഫസറാണ്, അച്ഛനുണ്ട്. തബല കൊട്ടുന്ന ജോർജ് എർണിയാകുളം എന്ന് പറഞ്ഞിട്ടൊരു ബ്രദർ ഉണ്ടായിരുന്നു. അദ്ദേഹം അൽമായനാണ്, കാറ്റീസൊക്കെ പഠിപ്പിക്കുന്നുണ്ട് തെക്ക് ഭാഗത്തൊരു പള്ളിയിൽ. അപ്പോൾ ഇവർ ഇങ്ങനെ ഹാർമോണിയം വായിക്കുന്നു, തബല കൊട്ടുന്നു, ഞങ്ങൾ 3 പേര് പാട്ടുപാടാൻ നിൽക്കുന്നു. ഒരു ജോസഫ് നടുവിലെ എന്ന് പറഞ്ഞ അച്ഛനാണ് അന്ന് കുർബാന ചൊല്ലിയിരുന്നത്, ചങ്ങനാശ്ശേരി അതിരൂപതയിലെ അച്ഛനാണ്. അപ്പോൾ ഇങ്ങനെ കുർബാനയുടെ കാഴ്ച സമർപ്പണത്തിൻ്റെ സമയമാണ്. അപ്പം ടെക്സ്റ്റിലെ പാട്ടുകൾ മാത്രമാണ് സെമിനാരിൽ പാടുള്ളൂ. അപ്പം ഞങ്ങളിങ്ങനെ, കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. അപ്പോൾ ഒരു ഹാർമോണിയത്തിൽ ബീജൊക്കെ വായിക്കും. മിശിഹാ കർത്താവിന്ന് പാടിയ സമയത്ത് പുറകേന്ന് വലിയൊരു ശബ്ദം കേട്ടു, ഓടിക്കോ എന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം കേട്ടു. ഞാൻ ഇങ്ങനെ കണ്ണടച്ച് നിന്നാണ് പാട്ട് പാടാറുള്ളത്. ഞാൻ കണ്ണ് തുറന്ന് പുറകിലേക്ക് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് സെമിനാരിയിൽ സൈഡിൽ കൂടെ 2 വാതിലും പിന്നെ പുറകിലാണ് 3 വാതിലുള്ളത്. ഒരു സൈഡിൽ ഉടുപ്പിട്ട തിയോളജിക്കാർ, മറ്റേ സൈഡിൽ ഫിലോസഫിക്കാർ. മേലെ കയറണ പോലെയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ, ഈ ഡോറിൽ കൂടെ പുറത്ത് ചാടാൻ വേണ്ടിയിട്ട് തിക്കും തിരക്കും ബഹളമാണ്. ഈ ഭൂകമ്പത്തിൻ്റെ കഥയൊന്നും അന്ന് നമുക്ക് അറിഞ്ഞൂടാ, ഭൂകമ്പം ഉണ്ടാവുന്നൊന്നും പ്രതീക്ഷയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ മരത്തിൻ്റെ മച്ച് മേഞ്ഞിട്ടുണ്ട്, ഈ തട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ പൊടി ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കൂടെ ജനലിന് കർട്ടൻ ഇടാനായിട്ട് വെക്കുന്ന ഒരു മരത്തിൻ്റെ ബീഡിങ്ങിൽ ഒരു സാധനം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയും ചെയ്തു. വീണോട് കൂടിയിട്ട് പേടി ഭയങ്കരമായിട്ട് കൂടി, കരച്ചിൽ കൂടി. ചെമ്മാച്ചന്മാരിങ്ങനെ ഇടിയും കുത്തും ഇട്ട് പുറത്ത് കിടക്കാൻ നോക്കുക. എനിക്ക് മനസ്സിലായി ഞാൻ എങ്ങനെയൊക്കെ ഓടിയാലും പുറത്ത് കിടക്കാൻ പറ്റില്ല എന്ന്. ഉടനെ തന്നെ ഞാനൊരു കാര്യം ചെയ്തു, കൈ കൂപ്പി പിടിച്ച് കണ്ണടച്ച് ഈശോയോട് പറഞ്ഞു, ഈശോയെ മരിക്കാൻ പോവാണ്, ഈ സാധനം ഇപ്പോൾ തലയിൽ കൂടെ വീഴും. എൻ്റെ കർത്താവേ, എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് സ്വർഗരാജ്യത്തിലേക്ക് എന്നെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കൈകൂപ്പിക്കുക. അന്നാണ് ജീവിതത്തിൽ ഉള്ളു തട്ടിയ ആദ്യത്തെ പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണേ എന്ന് പ്രാർത്ഥിച്ച് 1 മിനിറ്റ് 1.5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടും ഈ സാധനം മേത്ത് വന്ന് വീഴണില്ല. അപ്പം ഞാൻ പതുക്കെ അങ്ങനെ കണ്ണ് തുറന്നു നോക്കി, ചുറ്റുമുള്ളവരാരുമില്ല, സ്നേഹിതന്മാരെല്ലാം ഒളിച്ചു. പാട്ട് പാടിയിരുന്നവർ കാണാനില്ല, തബല കൊട്ടിയ ആളെ കാണാനില്ല, ഹാർമോണിയം വായിച്ച ആളെ കാണാനില്ല, ഇലക്ട്രീഷ്യന്മാർ സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ നിൽക്കുന്നവരെ കാണാനില്ല. പുറകിലേക്ക് തിരിഞ്ഞു നോക്കി, ആരുമില്ല. വിജനമായ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബെഞ്ചുകളൊക്കെ തിയോളജി ഭാഗം മുഴുവൻ ഒഴിഞ്ഞു കിടക്കുന്നു. ഫിലോസഫി ഭാഗത്ത് നോക്കിയപ്പോൾ എൻ്റെ ബാച്ചിലുള്ള റോബിൻ കാവുങ് എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട്, അന്ന് ബ്രദർ, അദ്ദേഹം മാത്രം അവിടെ ഇരിപ്പുണ്ട്, വേറെ ആരും കാണാനില്ല. എന്താണ് അവിടെ ഇരുന്നതെന്ന് മനസ്സിലായില്ല. ആൾ എന്നോട് എന്താ ഉണ്ടായെന്ന് ചോദിക്കുന്നുണ്ട്, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ അൾത്താരയിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ കുർബാനയ്ക്ക് കൂടുന്നവരാരെയും ഞാൻ അവിടെ കാണുന്നില്ല. ആകെയുള്ളത് അച്ഛനാണ്. അച്ഛൻ ഓടിയിട്ടില്ല. അച്ഛനിങ്ങനെ കുനിഞ്ഞിട്ട് ഈ കാസയും പീലാസയും മുറുക്ക് പിടിച്ച് വട്ടം കെട്ടി പിടിച്ച് അൾത്താരയിൽ എടുക്കണം.
എന്ന് പറഞ്ഞാൽ ഇത് മറഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, തിരുരക്തവും തിരുശരീരവും മറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ അച്ഛൻ ആ കുർബാന ഉപേക്ഷിച്ച് ഓടിപ്പോയില്ലെന്നുള്ളതാണ്. ഓടിപ്പോകാൻ എല്ലാ സാധ്യതയുണ്ടായിരുന്നു. സങ്കീർത്തി കൂടെ അച്ഛൻ അങ്ങോട്ട് പോകായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴ്ത്തു വന്നപ്പോൾ പറഞ്ഞു, താഴെ പള്ളിയിൽ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന അച്ഛൻ കാപ്പയിട്ട് ബാസ്ക്കറ്റ് ബോൾ കോർട്ടിൽ കൂടെ ഓടുകയായിരുന്നു. ഈ അച്ഛൻ ഓടിയില്ല. ഈ ജോസഫ് അച്ഛൻ ഇങ്ങനെ ഈ കാസയും പിലാസയും വട്ടം കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ആൾത്താരയിൽ ഇങ്ങനെ കമന്ന് എടുക്കുക, ഇങ്ങനെ കെടുക്കുക. ഞാൻ നോക്കുമ്പോൾ അങ്ങനെ കെടുക്കുക അച്ഛൻ. ഞാൻ മൈക്ക് ഓഫ് ചെയ്യാണ്ടാണ് ഇലക്ട്രീഷ്യന്മാർ ഓടിയത്. ഞാൻ പതുക്കെ മൈക്കയിൽ ഇങ്ങനെ കൊട്ടിയപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ടില്ല. മൈക്കിൻ്റെ കൊട്ടിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഈ അച്ഛൻ പതുക്കെ ഇങ്ങനെ തല പൊക്കി, എന്നിട്ട് എന്നെ നോക്കിയിട്ട് കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാട്ടി. എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? പാടിക്കോന്നു. ഞാൻ അന്ന് വീണ്ടും പാട്ട് പാടി, മിശിഹ കർത്താവിൻ തിരുമേയ് നീണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുഗനാം അഖിലരും ഒന്നായി സന്നിധിയിൽ. പ്രിയമുള്ളവരെ, ഈ പാട്ടിൻ്റെ അർത്ഥം ശരിക്കും എനിക്ക് മനസ്സിലായത്. ശരിക്കും ഈ പാട്ടിൻ്റെ അർത്ഥം ഉള്ളു തുറന്ന് ഉള്ളു തട്ടി ഞാൻ ആ പാട്ട് പാടിയ ദിവസമാണ്. ഇന്ന് ആ പാട്ടൊന്നും ഗായക സംഘാരമൊന്നും അധികം പാടാറില്ല. വേറെ വലിയ ജമ്പിങ് പാട്ടുകളൊക്കെ പാടാം. പക്ഷെ എന്തോ ഒരു അർത്ഥത്തോടു കൂടിയാണ് ആ പാട്ട് ചേർത്തത്. ആ അഖിലരും ഒന്നായി സന്നിധിയിൽ അടയാനൊക്കെ പറയുമ്പോഴല്ലോ, ഈ പാട്ടിൻ്റെ സ്വരം കേട്ടിട്ട് പോയവർ ഓരോരുത്തരായിട്ട് സെമിനാരിലെ ചാപ്പലിലേക്ക് തിരിച്ചു വന്നു. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് ഫില്ലായി. ഞാൻ വീണ്ടും നോക്കി, കൈ കൂപ്പി പിടിച്ച് അത്രയും ഭക്തിയോടെ വടവാതൂർ സെമിനാരി ചാപ്പലിൽ അതിന് പിൻപോ കുർബാന നടന്നിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ വിചാരം. നന്ദി. അന്ന് എന്തോരം നന്ദി പറഞ്ഞ കുട്ടിയെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, ഈശോ നമുക്ക് നൽകുന്ന ഒത്തിരി ചാൻസുകളുണ്ട്. മരിച്ചു എന്ന് കരുതിയിട്ട് നമ്മൾ കടന്നു പോരുന്ന നിമിഷങ്ങൾ, നമുക്കിന്ന് നന്ദി പറയാം. അങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ ഒന്ന് ഓർത്ത് കർത്താവിന് മുമ്പിൽ നമുക്ക് നന്ദി പറഞ്ഞ് ആരാധനയിൽ പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ തിക്താനുഭവങ്ങളിൽ നിന്ന് അങ്ങ് ഞങ്ങളെ കരകയറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനൊക്കെ നന്ദി പറയാം. നമുക്ക് ഒരിക്കൽ കൂടെ നമുക്ക് ഈശോയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് മുട്ടുകുത്തി ദിവ്യകാരുണ്യ ഈശോയെ നോക്കി ഒന്നുകൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരയും കാൽവരിയിൽ ഉയരും കുരിശിന്മേൽ പിടയും നാഥനിതാ ആരാധിക്കുന്നു. നമുക്ക് വേണ്ടി കുരിശിൽ പിടഞ്ഞ നാഥൻ, ആ നാഥനെ നമുക്ക് ആരാധിക്കാം.